ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കഥയാണ് മീഷോ. ഡിസംബറിൽ IIT ഡൽഹിയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വിദിത് ആട്രെ, സഞ്ജീവ് ബൻവാലും ചേർന്നാണ് മീഷോ സ്ഥാപിച്ചത്. ചെറുകിട ബിസിനസ് ഉടമകൾക്കും വ്യക്തികൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്ത് മുൻകൂർ നിക്ഷേപമില്ലാതെ ഒരു ഓൺലൈൻ ബിസിനസ് നടത്താൻ അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മീഷോ. പല വീട്ടമ്മമാരുടെയും വരുമാനമാർഗം കൂടെയാണ് മീഷോ. മീഷോ യഥാർത്ഥത്തിൽ ഫാഷനിയർ എന്ന പേരിലാണ് ആദ്യം ആരംഭിച്ചത്. സ്വിഗ്ഗി, സൊമാറ്റോ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ലോക്കൽ കടകളിൽ നിന്ന് വസ്ത്രങ്ങളും ഫാഷൻ ആക്സസറികളും വാങ്ങാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇത്. ലോക്കൽ സ്റ്റോറുകൾ ഫാഷനിയർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും ഉപഭോക്താക്കൾക്കായി ഓർഡർ നൽകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ സംരംഭം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ലോക്കൽ സ്റ്റോറുകളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് താല്പര്യമില്ല എന്നും സ്റ്റോർ ഉടമകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനായി വിറ്റഴിച്ച് വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കണ്ടെത്തി. ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്ഥാപകൻ ഒരു മികച്ച കമ്പനി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2015 അവസാനത്തോടെ ഫാഷനിയർ മീഷോ ആയി റീനെയിമിംഗ് ചെയ്യപ്പെട്ടു. ഇന്ന് ഇന്ത്യയിലെ മുൻനിര റീസെയിൽ പ്ലാറ്റ്ഫോമായി മീഷോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിർമ്മാതാക്കളെയും റീസെല്ലർമാരെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മീഷോ പ്രവർത്തിക്കുന്നു. വിൽപ്പനക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ മീഷോ ഷോപ്പിംഗ് ആപ്പിൽ ലിസ്റ്റ് ചെയ്യുന്നു. മീഷോ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് അവരുടെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ വിൽക്കാൻ കഴിയും. പ്രാരംഭ നിക്ഷേപം കൂടാതെ അവർക്ക് ഓൺലൈൻ ബിസിനസ് ആരംഭിക്കാനും കമ്മീഷനുകൾ വഴി നല്ല വരുമാനം നേടാനും അവസരം ലഭിക്കുന്നു. ഈ ആശയം മീഷോയെ കൂടുതൽ ജനശ്രദ്ധ നേടാൻ സഹായിച്ചു. ക്ലോത്തിംഗ്, മേക്കപ്പ് ആക്സസറീസ്, ഫർണിച്ചേഴ്സ്, ബെഡ്ഷീറ്റ്സ്, കുക്കിംഗ് യൂട്ടൻസിൽസ് എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മാതാക്കൾ മീഷോയിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് റീസെല്ലർമാർക്ക് വിതരണക്കാരിൽ നിന്നും ഏത് ഉൽപ്പന്നം വേണമെങ്കിലും തിരഞ്ഞെടുത്ത് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിച്ച് ആവശ്യക്കാർക്ക് വിൽക്കാനാകുന്നു. ഉൽപ്പന്നത്തിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുകയോ ചെയ്ത് വിൽപ്പന നടത്താം. ഉപഭോക്താവും റീസെല്ലറും തമ്മിൽ വിൽപ്പന ഉറപ്പിച്ച ശേഷം മീഷോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നയാളുടെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. ഉപഭോക്താക്കൾക്ക് നേരിട്ടും മീഷോയിൽ ഷോപ്പിംഗ് നടത്താം. സുരക്ഷിതവും വേഗതയുമേറിയ ഇടപാടുകൾക്കായി UPI, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വഴി പണമടയ്ക്കാനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് ഉണ്ട്. മീഷോയ്ക്ക് വേണ്ടി 3000-ലധികം ചെറുകിട ബിസിനസ്സുകളും 10 മുതൽ 12 വരെ വൻകിട കമ്പനികളും അതിന്റെ ലോജിസ്റ്റിക്സിന്റെ ഭാഗമായി വെയർഹൌസിംഗിലും സോർട്ടിംഗ് പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. 2016 വൈ കോമ്പിനേറ്റർ മത്സരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട 3 ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു മീഷോ. 2023 ടൈം മാഗസിൻ ആ വർഷത്തെ ഏറ്റവും സ്വാധീനമുള്ള കമ്പനിയിൽ ഒന്നായി മീഷോയെ തിരഞ്ഞെടുത്തു. 2020 മാർച്ചോടെ മീഷോ ഉപഭോക്താക്കളുടെ എണ്ണം 5,63,000 ആകുകയും പ്രതിമാസ ഓർഡറുകളുടെ എണ്ണം 3.1 ദശലക്ഷത്തിൽ എത്തുകയും ചെയ്തു. 2021 2022 മീഷോ വമ്പിച്ച വളർച്ച കൈവരിച്ചു. 2020-2022 കാലയളവിൽ പ്രതിമാസ ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം 26 മടങ്ങ് വർദ്ധിച്ചു. 2021 ലോകമെമ്പാടും ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത ആപ്പുകളിൽ ഒന്നാണ് മീഷോ മൊബൈൽ ആപ്പ്. 2022 കണക്കനുസരിച്ച് മീഷോയ്ക്ക് ഏകദേശം 120 ദശലക്ഷം പ്രതിമാസ ഉപഭോക്താക്കളുണ്ട്. പ്ലാറ്റ്ഫോമിലൂടെ ഏകദേശം 910 ദശലക്ഷം ഓർഡറുകൾ ലഭിച്ചു. താമസിയാതെ ഇത് ഇന്ത്യയിലെ അതിവേഗം വളരുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറി. ഫാഷൻ, ബ്യൂട്ടി, ഹോംവെയർ വിഭാഗങ്ങളിൽ കമ്പനിയുടെ മൊത്ത വ്യാപാര മൂല്യം 2 വർഷത്തിനുള്ളിൽ 9 മടങ്ങ് വർദ്ധിച്ച് 2022 ഏകദേശം $5 ബില്യൺ മീഷോയുടെ വിൽപ്പനക്കാരിൽ 80% റീറ്റെയിൽ സംരംഭകരും 95% അൺബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമാണ്. സ്റ്റാറ്റിസ്റ്റ വിശകലനം അനുസരിച്ച് 2024 ഇന്ത്യയുടെ കൊമേഴ്സ് മാർക്കറ്റ് $60.66 ബില്യൺ എത്തുകയും ഇന്ത്യൻ കൊമേഴ്സ് മാർക്കറ്റ് ഗണ്യമായ വളർച്ച കൈവരിക്കുമെന്നും സൂചിപ്പിക്കുന്നു. 2024 മുതൽ 2029 വരെ 21.5% എന്ന കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ 2029 വിപണി ഉയർച്ച നിലനിർത്തി $299.01 ബില്യൺ എത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ പ്രവണത ഇന്ത്യയുടെ ഇ-കൊമേഴ്സ് വ്യവസായത്തിലെ ശക്തമായ വളർച്ചയുടെ വൻ സാധ്യത എടുത്തു കാണിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിലൂടെ 2025ഓടെ $1 ട്രില്യൺ ഓൺലൈൻ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. 2019 4.7% ഓൺലൈൻ റീറ്റെയിൽ വ്യാപാരം 2024 10.7% ഉയരുകയും 2025ഓടെ ഇന്ത്യയിൽ 220 ദശലക്ഷം ഓൺലൈൻ ഉപഭോക്താക്കൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.